പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ എക്കണോമിക്സിലെ മോഡൽസ് ഓഫ് അർബൻ ഗ്രോത്ത്. അർബൻ എക്കണോമിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് മോഡൽസ് ഓഫ് അർബൻ ഗ്രോത്ത്, അതിൽ തിയറീസ് ഓഫ് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിംഗ്, അർബൻ ഡെവലപ്മെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള തിയറികളാണ് പറയുന്നത്. അർബൻ ഗ്രോത്ത് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്റേണൽ ഡെമോഗ്രാഫിക് സ്പാഷ്യൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് സിറ്റിയിലെ ഇന്റേണൽ ഡെമോഗ്രാഫിക് സ്പാഷ്യൽ ആൻഡ് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. മെയിൻ അർബൻ ഗ്രോത്ത് തിയറീസ് ആർ എക്സ്പ്ലെയിൻഡ് ബിലോ. ക്ലാസിക്കൽ തിയറീസ് ആണ് ഫസ്റ്റിൽ നമ്മൾ പറയുന്നത്. ഒന്ന് കോൺസെൻട്രിക് സോൺ തിയറി, വെഡ്ജ് റാഡിയൽ സെക്ടർ തിയറി, മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി, സെൻട്രൽ പ്ലേസ് തിയറി, വെബേഴ്സ് തിയറി ഓഫ് ലൊക്കേഷൻ. കോൺസെൻട്രിക് സോൺ തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബർജസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ബർജസ് മോഡൽ എന്ന് പറയാറുണ്ട്. ഇത് ഏർലിയസ്റ്റ് തിയററ്റിക്കൽ മോഡലാണ് ടു എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ആൻഡ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ട്രക്ചർ ആൻഡ് ഗ്രോത്ത് ഓഫ് സിറ്റിയുടെ സ്ട്രക്ചറും അതിന്റെ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 1925 സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഏണസ്റ്റ് ബർജസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബർജസ് ഡെവലപ്ഡ് ദ concentric zone theory of urban land use based on examination of the historical development of Chicago through 1890 ചിക്കാഗോയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിന്റെ ബേസിലാണ് അർബൻ ലാൻഡ് യൂസിന്റെ എക്സാമിൻ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ തിയറി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് സിറ്റി ഗ്രോസ് ബൈ എക്സ്പാൻഡിങ് ഔട്ട്വാർഡ് ഫ്രം സെൻട്രൽ ഏരിയ. ഒരു സിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു സിറ്റിയുടെ ഔട്ട്വാർഡ് ഗ്രോ ചെയ്യുക ഫ്രം സെൻട്രൽ നിന്നാണ് അത് ഔട്ട്വാർഡ് ഗ്രോത്ത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതർ വേർഡ്സ്, ദ എസൻസ് ഓഫ് ദ മോഡൽ ഈസ് ദാറ്റ് സിറ്റി ഗ്രോസ് ഇറ്റ് എക്സ്പാൻഡ് റാഡിക്കലി ഫ്രം ഈസ് സെൻട്രൽ. ഇതിന്റെ ഈ സെൻട്രൽ നിന്നാണ് ഇത് റാഡിക്കലി എന്ത് ചെയ്തത്, എക്സ്പാൻഡ് ചെയ്തത് ടു ഡിഫറെന്റ് കോൺസെൻട്രേറ്റ് സർക്കിൾ ഓർ സോൺ. ഡിഫറെന്റ് കോൺസെൻട്രേഷൻ സർക്കിൾ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാനാണ് ഇത് ഗ്രോ ചെയ്യാറാണ് ഉള്ളത്. ഇതാണ് ഇത് ഈ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള തീം ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി Burgess classified the city into 5 broad zones. ഒന്ന് the central business district CBD, അദ്ദേഹം 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് സിറ്റിയെ. The innermost ring zone nucleus of the city is a commercial center is also called central business district. ഒരു സിറ്റിയുടെ ഇന്നറിലുള്ള ഏരിയ ആണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് CBD എന്ന് പറയുന്നത്. അവിടെ കൊമേഴ്ഷ്യൽ സെന്റർ ആയിരിക്കും. ദിസ് സോൺ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഇന്റൻസിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ, സോഷ്യൽ ആൻഡ് സിവിക് അമെനിറ്റീസ് എന്ന് പറയാൻ ഈ സോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ കൊമേഴ്ഷ്യൽ, സോഷ്യൽ, സിവിക് അമെനിറ്റീസ് വളരെ കൂടുതൽ ഉണ്ടായിരിക്കും. ഇത് രണ്ടാമത്തെ ദ സോൺ ഓഫ് ട്രാൻസിഷൻ, ജനറലി എ മാനുഫാക്ചറിംഗ് ഡിസ്ട്രിക്ട് വിത്ത് സം റെസിഡൻഷ്യൽ ഹൗസസ്. രണ്ടാമത്തെ സോണ് ദ സോൺ ഓഫ് ട്രാൻസിഷൻ, അവിടെ മാനുഫാക്ചറിംഗ് ഏരിയ ആയിരിക്കും, അവിടെ കുറച്ച് റെസിഡൻഷ്യൽ ഹൗസും കൂടി ഉണ്ടാവും. മൂന്നാമത്തെ ദ സോൺ ഓഫ് ഫാക്ടറീസ് ആൻഡ് വർക്കിംഗ് മെൻ ഹോംസ്, എ പ്രിഡോമിനന്റ്ലി വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ ലിവിംഗ് ഇൻ ഓൾഡർ ഹൗസസ്. പഴയ ഓൾഡർ ഹൗസിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ജീവിക്കുന്ന ഏരിയ ആയിരിക്കും. ഏരിയാസ് ദാറ്റ് വർ ജനറലി ലാക്കിംഗ് ഇൻ amenities characterize this zone. ഇതിൽ വലിയ സൗകര്യങ്ങളൊന്നും ഈ ഏരിയയിൽ ഉണ്ടാവില്ല. ദ റെസിഡൻഷ്യൽ സോൺ, ദിസ് ബാൻഡ് കംപ്രൈസ്ഡ് ന്യൂവർ ആൻഡ് മോർ സ്പാഷ്യസ് ഹൗസിംഗ് ഫോർ ദ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ദ റെസിഡൻഷ്യൽ സോൺ. ദ ഔട്ടർ കമ്മ്യൂട്ടർ സോൺ, ദിസ് ലാൻഡ് യൂസ് റിംഗ് വാസ് ഡോമിനേറ്റഡ് ബൈ ബെറ്റർ ക്വാളിറ്റി ഹൗസിംഗ് ഫോർ അപ്പർ ക്ലാസ്. ഔട്ടറിലുള്ള ഏരിയ ആയിരിക്കും, അവിടെ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ ജീവിക്കുന്ന, റെസിഡന്റ് ചെയ്യുന്ന ക്വാളിറ്റി ഹൗസിംഗ് ഫെസിലിറ്റി ആണ് ഉണ്ടാവുക. ആൻഡ് ബോസ്റ്റഡ് ഓഫ് എൻ എൻവിറോൺമെന്റ് ഓഫ് ഹയർ അമെനിറ്റി, വലിയ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നോക്കുക, ഇതാണ് CBD. സെൻട്രൽ ഉള്ളത് CBD, ഇത് CBD. രണ്ടാമത്തത് ട്രാൻസിഷൻ സോണ്, റീസെന്റ് ഇമിഗ്രന്റ് ഗ്രൂപ്പ്, ഓക്കെ, ഫാക്ടറീസും ഓക്കെ കാര്യങ്ങൾ. 3 വർക്കിംഗ് ക്ലാസ് സോണ്, 4 റെസിഡൻഷ്യൽ സോണ്, 5 കമ്മ്യൂട്ടർ സോൺ. ഈ തിയറിയുടെ ലിമിറ്റേഷൻ, അപ്പൊ ഈ തിയറിയിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു സിറ്റിയുടെ സെൻട്രൽ ആയിരിക്കും സെൻട്രൽ ബിസിനസ് മറ്റു ഏരിയകളൊക്കെ, അതിനോട് ചേർന്നിട്ടായിരിക്കും ചെറിയ ഹൗസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് വർക്കിംഗ് ക്ലാസിന്റെ സോൺ, വർക്കിംഗ് ചെയ്യുന്ന ആളുകൾ അതിന് അപ്പുറത്താണ് ഉണ്ടാവുക. പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റി, ഒരു മിഡിൽ ക്ലാസ് പീപ്പിൾ ജീവിക്കുന്നത് സോണാണ് റെസിഡൻഷ്യൽ സോൺ. അപ്പർ ക്ലാസ് ആളുകൾ കമ്പ്യൂട്ടർ സോണിലായിരിക്കും ജീവിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ലിമിറ്റേഷൻ. Although widely appreciated, the United States Burgess model is not applicable outside the US. യുണൈറ്റഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട മോഡലാണ്, പക്ഷേ ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക്, യുഎസിനെ പുറത്തേക്ക് ഇത് അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. ദ റിലവൻസ് ഓഫ് ദിസ് മോഡൽ ഡിക്രീസ് ഓവർ ടൈം. ഓരോ ടൈം കഴിഞ്ഞു പോകും തോറും ഇതിന്റെ ഈ തിയറിയുടെ റിലവൻസ് ഡിക്രീസ് ചെയ്യാൻ. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എഫക്ട് ഓഫ് പൊളിറ്റിക്കൽ ഫോഴ്സസിനെ ഇത് എടുത്തിട്ടില്ല. ദ റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് ലിവിംഗ് കണ്ടീഷൻ, അതുപോലെ തന്നെ ലിവിംഗ് കണ്ടീഷൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ള റെസ്ട്രിക്ഷനും മറ്റു കാര്യങ്ങളൊന്നും ഈ തിയറിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ലിമിറ്റേഷൻ.
or radial sector theory. The sector model, also known as Hoyt model, is a model of urban land use proposed in 1939 by land economics Homer Height. Land economics ആയിട്ടുള്ള ഹോമർ ഹൈറ്റ് 1939 പ്രപ്പോസ് ചെയ്തിട്ടുള്ള മോഡലാണ് ഹൊയ്ത്ത് മോഡൽ അല്ലെങ്കിൽ വെഡ്ജ് റാഡിയൽ സെക്ടർ മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് കോൺസെൻട്രിക് സോൺ മോഡൽ ഓഫ് സിറ്റി ഡെവലപ്മെന്റ്. കഴിഞ്ഞ മോഡൽ ഉണ്ടല്ലോ, അതിന്റെ മോഡിഫിക്കേഷൻ ആണ്. ഇദ്ദേഹത്തിന്റെ പ്രകാരം സിറ്റി ഡെവലപ്പിംഗ് സെക്ടർസ് നമ്മൾ കോൺസെൻട്രിക് സോൺ മോഡലിൽ റൗണ്ട് ഷേപ്പ്, സർക്കിൾ ഷേപ്പിൽ വളർന്നു വരിക എന്നാ പറഞ്ഞത്. ഇവിടെ സെക്ടറുകളായിട്ട് വളർന്നു വരികയാണ് ചെയ്യുന്നത്. എ സിറ്റി ഡെവലപ്പിംഗ് സെക്ടേഴ്സ്, നോട്ട് റിംഗ്. കഴിഞ്ഞാൽ റിംഗ് ആണെങ്കിൽ ഇവിടെ സെക്ടർ ആണ്. certain areas are more attractive for different activity. ചില ഏരിയകൾ ചില ആക്ടിവിറ്റിക്ക് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ബിക്കോസ് ഓഫ് ആൻ എൻവറോൺമെന്റൽ ഫാക്ടർ ബൈ മെയർ ചാൻസ്. അവിടുത്തെ പരിസ്ഥിതിപരമായി ബന്ധപ്പെട്ട ഫാക്ടർ കൊണ്ട്. ഹൊയ്ത്ത് മോഡിഫൈഡ് കോൺസെൻട്രിക് മോഡൽ ടു അക്കൗണ്ട് ഫോർ മേജർ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്. മോഡൽ കോൺസെൻട്രിക് മോഡൽ മോഡിഫൈ ചെയ്തു ടു അക്കൗണ്ട് ഫോർ മേജർ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്. മോസ്റ്റ് മേജർ സിറ്റീസ് ഇവോൾവഡ് അറൌണ്ട് ദ നെക്സസ് ഓഫ് സെവറൽ important transport cities such as railroad, seaport and trolley lines that emanated from the city center. സിറ്റി സെന്ററിൽ നിന്ന് വളർന്നു വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, റെയിൽ റോഡ്, സീപോർട്ട്, ട്രോളി, ഇതൊക്കെ സിറ്റി സെന്ററിനാണ് ഇത് ഉത്ഭവിച്ചു വരുന്നത്. ഹൊയ്ത്ത് theorized that city would tend to grow in a wedge shaped pattern. സിറ്റി വളരുക വെഡ്ജ് ഷേപ്പ്ഡ് പാറ്റേണിലാണ് വളരുക. വെഡ്ജ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനാണ് എന്താ പറയുക, വെഡ്ജ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഈ രീതിയിൽ സിറ്റി വളർന്നു വരുമെന്നാണ് ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പറയുന്നത്. ഓർ സെക്ടർ അല്ലെങ്കിൽ സെക്ടർ പാറ്റേണിൽ ഹ്യൂമാനിറ്റി ഫ്രം ദ CBD നിന്നാണ് ഇത് വളർന്നു വരിക. CBD പറഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, ആൻഡ് സെന്റേർഡ് ഓൺ മേജർ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്. സെൻട്രൽ നിന്നായിരിക്കും മേജർ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് ഉണ്ടാവും. ദ സെക്ടർ മോഡൽ ഓഫ് അർബൻ ഗ്രോത്ത് ഒക്കേസ് ഇൻ സെക്ടേഴ്സ് ദാറ്റ് റേഡിയേറ്റ് ഔട്ട് ഫ്രം സിറ്റി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. CBDയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ സെക്ടർ ഉണ്ടായിരിക്കുക. ദ മോഡൽ സീക്സ് ടു എക്സ്പ്ലെയിൻ ദ ടെൻഡൻസി ഫോർ വേരിയസ് സോഷ്യോ എക്കണോമിക് ഗ്രൂപ്സ് ടു സെഗ്രിഗേറ്റ് ഇൻ ടേംസ് ഓഫ് ദെയർ റെസിഡൻഷ്യൽ ലൊക്കേഷൻ ഡിസിഷൻ. ദ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേരിയസ് സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിന്റെ ടെൻഡൻസി, അവർ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഓരോ സോഷ്യൽ ഗ്രൂപ്പുകളും വ്യത്യസ്ത പ്രദേശങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ ലൊക്കേഷൻ ഉണ്ടായിരിക്കാം. ഇവിടെ നോക്കുക, സിറ്റി സെന്ററിന് ഈ 1 ആണ് സിറ്റി സെന്റർ. ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഓരോ സെക്ടറുകളായിട്ട് 2, 3 അങ്ങനെ ഓരോ സെക്ടറുകൾ ഉണ്ടല്ലോ, സെക്ടർ ആയിട്ട് എന്ത് ചെയ്യും, ഇത് ഓരോ സെക്ടറുകളായിട്ട് നിലനിൽക്കുകയാണ് ഈ തിയറി പ്രകാരം. അതുകൊണ്ടാണ് ഈ തിയറിയെ ദ സെക്ടർ തിയറി. ഈ 2 എന്ന് പറയുന്ന ഒരു സെക്ടറാണ്, 3 എന്ന് പറയുന്ന ഒരു 5, 4 ഇങ്ങനെ വിവിധ സെക്ടറുകളായിട്ടായിരിക്കും ഇതിന്റെ. കഴിഞ്ഞതിൽ എന്തായിരുന്നു, ഒരു റിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് സെക്ടർ മോഡൽ. ഇവിടെ നോക്കാം, ഈ കാണുന്ന സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ് 1. അതിൽ 2 എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ആണ്. ലോ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ ആണ് 3. 4 മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ. 5 ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ. കഴിഞ്ഞതിൽ ഫുള്ള് റിങ്സ് ആയിരുന്നു. ഇതിൽ ഓരോ സെക്ടർ ആയിട്ട് രൂപപ്പെടുകയാണ്. അത് ചിലത് വെഡ്ജ് ആകൃതിയിലായിരിക്കും ഓരോ സെക്ടറുകൾ ഉണ്ടായിരിക്കുക എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. കോമ്പണൻസ് ഓഫ് മോഡൽ, ഇതിലെ കോമ്പണൻസ് ഡിഫറെന്റ് സെക്ടേഴ്സ്. ഒന്ന് CBD സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. ഈ ഏരിയ ഡൗൺ ടൗൺ ആൻഡ് ആസ് എ ഹൈ റൈസ് ബിൽഡിംഗ്, വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റികൾ നടക്കുന്ന ഏരിയ ആണ് CBD. അതൊരു റിംഗ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത് ഇൻഡസ്ട്രി റെപ്രസെന്റ് ഇൻ ഫോം ഓഫ് സെക്ടർ റേഡിയേറ്റിംഗ് ഔട്ട് ഫ്രം ദ സെന്റർ. സെന്ററിന് റേഡിയേറ്റ് ചെയ്യുന്ന, ഔട്ടിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഏരിയ ആയിരിക്കും എന്ത്, ഇൻഡസ്ട്രി ഉണ്ടായിരിക്കുക. നോക്കുക, ഈ 2 നോക്കാം, ഈ 2 ഔട്ടിലേക്ക് ഇതായിട്ട് ഉള്ളതാണ്. ദീസ് ഫോം സെക്ടർ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ലിങ്കേജ് അലോങ് വിച്ച് ആക്ടിവിറ്റീസ് ഗ്രൂ. ഓരോ ആക്ടിവിറ്റി വളരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ലിങ്കേജ് ചെയ്യുന്ന പാർട്ടായിരിക്കും. പ്രസൻസ് ഓഫ് റെയിൽവേ ലൈന്, അതിൽ റെയിൽവേ ലൈനിന്റെ പ്രസൻസ് ഉണ്ടാവും, റിവർ ഉണ്ടാവും, റോഡ് ഉണ്ടാവും. വുഡ് അട്രാക്ട് സിമിലർ ആക്ടിവിറ്റി, ദസ് കണ്ടിന്യൂസ് കോറിഡോർ ഒരു സെക്ടർ വിൽ ഡെവലപ്പ്. ഇനി ലോ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ, മൂന്നാമത്തെ ഏരിയ ലോ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും. ലോ ഇൻകം ഗ്രൂപ്പ് ആയിരിക്കും അവിടെ റിസൈഡ് ചെയ്യുന്നത്. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടായിരിക്കും. നേരെ റോഡ് ആയിരിക്കും. സ്മോൾ ഹൗസസ് വിത്ത് പുവർ വെന്റിലേഷൻ എക്സിറ്റ് ഇൻ ദിസ് ഏരിയ. ചെറിയ വീടുകളായിരിക്കും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ എൻവറോൺമെന്റ് ആൻഡ് ലിവിംഗ് കണ്ടീഷൻ വളരെ പുവർ ആയിരിക്കും ബിക്കോസ് ഓഫ് ദ ക്ലോസ്നെസ് ടു ഫാക്ടറീസ്. മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ ഒന്നും കൂടി ലോ ക്ലാസിനെ കാട്ടി ഒന്നും കൂടി ഒരു ബെറ്റർ ലിവിംഗ് കണ്ടീഷൻ ആയിരിക്കും. പക്ഷേ ലാർജർ ട്രാവൽ കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെൽത്തി ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഏരിയ. ദിസ് ഏരിയ ക്ലീൻ ആൻഡ് ലെസ് ട്രാഫിക് ആയിരിക്കും. ക്വൈറ്റ് ആസ് എ ലാർജ് ഹൗസ്. വലിയൊരു ടൗണിന്റെ പുറമെ സൈഡിലായിരിക്കും ഇത് ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ രീതിയിലാണ് ഇത് ഉണ്ടാകുക. മൾട്ടിപ്പിൾ ന്യൂക്ലി theory. The multiple nuclei model is an economic model developed by Harris and Edward Ullman in the 1945 in article The Nature of Cities. The multiple nuclei model introduce ചെയ്തത് ഹാരിസ് ആൻഡ് എഡ്വാർഡ് ഉൽമാൻ 1945. അവർ ഒരു ആർട്ടിക്കിൾ ഒരു
ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ദ നേച്ചർ ഓഫ് സിറ്റീസ് എന്നുള്ള ആർട്ടിക്കിൾ. അസംഷൻ ഓഫ് ദ മോഡൽ, ഇതിന്റെ അസംഷൻ എന്ന് പറയുന്നത് ലാൻഡ് ഈസ് നോട്ട് ഫ്ലാറ്റ് ഇൻ ഓൾ ഏരിയാസ്, എല്ലാ ഏരിയയിലും ലാൻഡ് ഫ്ലാറ്റ് ആയിരിക്കണം എന്നില്ല. ദർ ഈസ് എ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ റിസോഴ്സ് തുല്യമായിട്ടായിരിക്കും വിഭജിച്ചിരിക്കുന്നത്. ദർ ഈസ് എ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പീപ്പിൾ ഇൻ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പീപ്പിളിനെ തുല്യമായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദർ ഈസ് എ ഈവൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, എല്ലായിടത്തും തുല്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഈ തിയറിയിൽ മൾട്ടിപ്പിൾ ന്യൂക്ലിയർ മോഡൽ ബേസ് ചെയ്യുന്നത് ആർഗ്യുമെന്റ് ദാറ്റ് സിറ്റീസ് ഹാവ് മൾട്ടിപ്പിൾ ഗ്രോത്ത് പോയിന്റ്. നമ്മൾ കഴിഞ്ഞ രണ്ട് തിയറിയിൽ ഒരു കോൺസെൻട്രിക് പോയിന്റ് ഉണ്ട്, എന്നാൽ ഈ തിയറിയിൽ മൾട്ടിപ്പിൾ ഗ്രോത്ത് പോയിന്റ് ഉണ്ടാവും, ഓർ ന്യൂക്ലിയർ, അതിനെ നമ്മൾ ന്യൂക്ലിയർ എന്ന് പറയും, അറൌണ്ട് വിച്ച് ഗ്രോത്ത് ടേക്ക് പ്ലേസ്. ആ ഓരോ ഈ ഗ്രോത്ത് പോയിന്റിൽ ഇതിനെ ചുറ്റുമായിരിക്കും വളർന്നു വരിക. Their model is based on the premise that large cities have a spatial structure. ലാർജ് സിറ്റിക്ക് ഒരു സ്പാഷ്യൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഓരോ സ്പാഷ്യൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്പാഷ്യൽ structure that is predominantly cellular, അതൊരു cellular model ആയിരിക്കും. ആരിസ് ഉൽമാൻ proposed that around this cellular nuclei dominant land users and specialized centers may develop over time. dominant land use ചെയ്യുന്ന specialized central ആയിരിക്കും, may develop over time. This model based on the structure of ചിക്കാഗോന്റെ സ്ട്രക്ചറിന്റെ ബേസിലാണ് ഈ മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. It can be considered as an attempt to explain the structure of the city taking into account the complexity and growth over time. ഒരു സിറ്റിയുടെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സിറ്റി ആയിരിക്കും, അത് ഗ്രോത്ത് ഓവർ ടൈം, ഓരോ കാലഘട്ടത്തിലും അത് വളരും. ആരിസ് ആൻഡ് ഉൽമാൻ ആർഗ്യൂ ദാറ്റ് എ സിറ്റി മൈറ്റ് സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. ഒരു സിറ്റി സ്റ്റാർട്ട് ചെയ്യുക ഒരു സിംഗിൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ആയിരിക്കണം. ബട്ട് ഓവർ ടൈം ദ ആക്ടിവിറ്റി സ്കാറ്റർ ഗെറ്റ് മോഡിഫൈഡ്. ആദ്യത്തിൽ ഒരു സിംഗിൾ ഉണ്ടാവും, പിന്നീട് എന്ത് ചെയ്യും, ഇത് സ്കാറ്റർ ചെയ്തിട്ട് ഒരു മോഡിഫൈഡ് വേർഷൻ. ദ സ്കാറ്റേഡ് ആക്ടിവിറ്റി അട്രാക്ട് പീപ്പിൾ ഫ്രം സറൗണ്ടിങ് ഏരിയ. സ്കാറ്റേഡ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, ഈ സറൗണ്ടിങ് ഏരിയയിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് ആകർഷിക്കും. ദ ആക്ട് ആസ് സ്മോളർ ന്യൂക്ലിയൻ ദിസ് ഇൻ ഇറ്റ്സെൽഫ്. അങ്ങനെ ഈ സെന്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഓരോരോ ഗ്രോത്ത് ടേക്ക് ചെയ്യും. അതിന് നമ്മൾ ഓരോരോ ന്യൂക്ലിയ അവിടെ വളർന്നു വരും, ഗ്രോത്ത് പ്ലേസ് ഉണ്ടായിരിക്കും. ദി സ്മോൾ ന്യൂക്ലിയ ഗെയിൻ ഇമ്പോർട്ടൻസ്. ആ ഓരോ ഏരിയ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ആൻഡ് ഗ്രോ ഇൻ സൈസ് ആൻഡ് സ്റ്റാർട്ട് ഇൻഫ്ലുവൻസിംഗ് ദ ഗ്രോത്ത് ഓഫ് ആക്ടിവിറ്റീസ് അറൌണ്ട് ദം. ഇതെന്ത് ചെയ്യും, ഗ്രോ ചെയ്യും ഇൻ സൈസ് ആൻഡ് സ്റ്റാർട്ട് ഇൻഫ്ലുവൻസിംഗ് ദ ഗ്രോത്ത് ഓഫ് ആക്ടിവിറ്റി അറൌണ്ട് ദം. അതിന്റെ അടുത്തുള്ള ആക്ടിവിറ്റീസ് വളർന്നു വരും. ദ ബേസിക് അസംപ്ഷൻ ഓഫ് ദിസ് തിയറി ഈസ് ദാറ്റ് സിറ്റീസ് ആർ നോട്ട് ഹോമോസെൻട്രിക്. സിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹോമോസെൻട്രിക് ഏരിയ അല്ല, ബട്ട് ദേ റാദർ ഹൗ മെനി, കുറേ സ്ഥലങ്ങളിൽ കുറേ ഓരോരോ ന്യൂക്ലിയ ആയിട്ട് വളർന്നു വരും എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി ഡിവൈഡ് 9 മേജർ ഏരിയ ഉണ്ടാവും. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്, ഹോൾസെയിൽ ആൻഡ് ലൈറ്റ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ വലിയ മാനുഫാക്ചറിങ് ഏരിയ, ലോ ഇൻകം റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായിരിക്കും, മീഡിയം ഇൻകം റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായിരിക്കും, ഹൈ ഇൻകം റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായിരിക്കും, ഹെവി ഇൻഡസ്ട്രി ഉണ്ടായിരിക്കും, ഔട്ട്ലൈൻ ബിസിനസ് ഡിസ്ട്രിക്ട് ഉണ്ടാവും, റെസിഡൻഷ്യൽ സബർബ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ സബർബ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ 9 ഏരിയകളാണ് ഉണ്ടാവുക. ഇതേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതോടുകൂടി ആ തിയറി കഴിഞ്ഞു. ഇനി അടുത്ത തിയറി സെൻട്രൽ പ്ലേസ് തിയറി. സെൻട്രൽ പ്ലേസ് തിയറി is a geographical theory that seeks to explain the number, size and range of market service in a commercial system or human settlement in a residential system. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്പർ, സൈസ്, റേഞ്ച് ഓഫ് മാർക്കറ്റ് സർവീസ്, മാർക്കറ്റ് സർവീസിന്റെ നമ്പർ, അതിന്റെ സൈസ്, അതിന്റെ റേഞ്ച് ഇൻ എ കൊമേഴ്ഷ്യൽ സിസ്റ്റത്തിൽ, അതേപോലെ അവിടെയുള്ള ഹ്യൂമൻ സെറ്റിൽമെന്റിന്റെ റെസിഡൻഷ്യൽ സിസ്റ്റം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് in 1933 ടു എക്സ്പ്ലെയിൻ സ്പാഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിറ്റീസ് അക്രോസ് ലാൻഡ്സ്കേപ്പ്. ഒരു ലാൻഡ്സ്കേപ്പിൽ അവിടുത്തെ സിറ്റീസിന്റെ സ്പാഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ തിയറി വാസ് ഫസ്റ്റ് അനലൈസ്ഡ് ജർമ്മൻ geographer വാൾട്ടർ പ്രിസ്റ്റലർ in his book entitled Central Place in Southern Germany. ജർമ്മൻ ജോഗ്രഫർ ആണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് വാൾട്ടർ പ്രിസ്റ്റലർ. അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള സെൻട്രൽ പ്ലേസ് ഇൻ സൗത്തേൺ ജർമ്മനിയിലെ ഹു അസേർട്ടഡ് ദാറ്റ് സെറ്റിൽമെന്റ് സിംപ്ലി ഫംഗ്ഷൻ ആസ് എ സെൻട്രൽ പ്ലേസ് പ്രൊവൈഡ് സർവീസ് ടു സറൗണ്ടിങ് ഏരിയ. സെറ്റിൽമെന്റ് സിംപ്ലി ഫംഗ്ഷൻ ചെയ്യുക സെൻട്രൽ പ്ലേസിലാണ്, അതിന് ചുറ്റും എന്ത് ചെയ്യും, പ്രൊവൈഡിങ് സർവീസ് ടു സറൗണ്ടിങ് ഏരിയയിൽ എന്ത് ചെയ്യും, സർവീസ് പ്രൊവൈഡ് ചെയ്യും. ദ പ്രൈമറി പർപ്പസ് ഓഫ് സെറ്റിൽമെന്റ് ഓർ മാർക്കറ്റ് ടൗൺ അക്കോർഡിംഗ് ടു സെൻട്രൽ പ്ലേസ് തിയറി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ ദ സറൗണ്ടിങ് മാർക്കറ്റ് ഏരിയ. പ്രൈമറി പർപ്പസ്, ഒരു സെറ്റിൽമെന്റിന്റെ പ്രൈമറി പർപ്പസ്, മാർക്കറ്റ് ടൗണിന്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്ന ഈ തിയറി പ്രകാരം ഈസ് ദ പ്രൊവിഷൻ, അവിടെ എന്ത് ചെയ്യും, പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ ദ സറൗണ്ടിങ് മാർക്കറ്റ് ഏരിയയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ലഭിക്കും എന്നുള്ളത്. സച്ച് ടൗൺസ് ആർ സെൻട്രലി ലൊക്കേറ്റഡ്. ആ ടൗൺ സെൻട്രലി ലൊക്കേറ്റ് ചെയ്തിരിക്കും. മേ ബി കോൾഡ് സെൻട്രൽ പ്ലേസ്, അതിന് നമ്മൾ സെൻട്രൽ പ്ലേസ് എന്ന് പറയും. സെറ്റിൽമെന്റ് ദാറ്റ് പ്രൊവൈഡ് മോർ ഗുഡ്സ് ആൻഡ് സർവീസ് ദാൻ ഡു അതർ പ്ലേസസ് ആർ കാൾഡ് ഹയർ ഓർഡർ സെൻട്രൽ പ്ലേസ്. മറ്റു പ്ലേസിനെ അപേക്ഷിച്ച് കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ ഹയർ ഓർഡർ സെൻട്രൽ പ്ലേസസ് എന്ന് പറയും. ലോവർ ഓർഡർ സെൻട്രൽ പ്ലേസ് ആ സ്മോൾ മാർക്കറ്റ് ഏരിയ. അതിന്റെ മറ്റു ഇതെടുക്കുകയാണെങ്കിൽ ലോവർ ഓർഡർ സെൻട്രൽ പ്ലേസ് അവിടെ കുറച്ച് മാർക്കറ്റ് ഏരിയ ഉണ്ട്. ആദ്യത്തെ ഹയർ ഓർഡർ മാർക്കറ്റ് സെൻട്രൽ പ്ലേസിൽ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടായിരിക്കും, വലിയ മാർക്കറ്റുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ലോവർ ഓർഡറിൽ സ്മോൾ മാർക്കറ്റ് ഏരിയ ഉണ്ടായിരിക്കും. പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് ആർ പർച്ചേസ് മോർ ഫ്രീക്വന്റ്ലി ദാൻ ഹയർ ഓർഡർ ഗുഡ്സ് ആൻഡ് സർവീസ്. ഹയർ ഓർഡർ ഗുഡ്സ് ആൻഡ് സർവീസിൽ നമ്മൾ വലിയ കുറെ ഗുഡ്സ് ആൻഡ് സർവീസ് ഉള്ളവർക്ക് നമ്മൾ ഇടയ്ക്കിടക്കാണ് ചെയ്യുക. എന്നാൽ ഈ സ്മോൾ ഓർഡറിൽ എന്തായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യും,
സാധനങ്ങൾ വാങ്ങും. ഹയർ ഓർഡർ പ്ലേസസ് ആർ മോർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഹയർ ഓർഡർ പ്ലേസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും ആൻഡ് ഫ്യൂവർ ഇൻ നമ്പർ ദാൻ ലോവർ ഓർഡർ പ്ലേസ്. ലോവർ ഓർഡർ പ്ലേസിനെ അപേക്ഷിച്ച് കുറച്ച് നമ്പർ ഉണ്ടായിരിക്കും, വലിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ സ്മോൾ മാർക്കറ്റ് ഏരിയയിൽ ചെറിയ കുറെ മാർക്കറ്റുകൾ ഉണ്ടായിരിക്കും. Christaller theory assumes that central places are distributed over a uniform plane of constant population density and purchasing power. ഒരു സെൻട്രൽ പ്ലേസ് ഒരു ടൗൺ ഉണ്ടാവും, അവിടെ എന്തായിരിക്കും കോൺസ്റ്റന്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരിക്കും, പർച്ചേസിംഗ് പവറും അതുപോലെ തന്നെ ആയിരിക്കും. മൂവ്മെന്റ് അക്രോസ് ദ പ്ലെയിൻ ഇസ് യൂണിഫോംലി ഈസി. ഈ പ്ലെയിനിൽ ഉള്ള മൂവ്മെന്റ്, ആളുകളുടെ മൂവ്മെന്റ് യൂണിഫോംലി ഈസി ആയിരിക്കും ഇനി ഏത് ഡയറക്ഷനിലും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേരി ലീനിയർലി. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വ്യത്യാസപ്പെടും. കൺസ്യൂമർ ആക്ട് റാഷണലി. കൺസ്യൂമർ എന്ന യുക്തിസഹമായിട്ടായിരിക്കും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും അവർ കാര്യങ്ങൾ തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിയറസ്റ്റ് ലൊക്കേഷനിൽ ഓഫർ ചെയ്യുന്ന ഗുഡ്സ്, അവർക്ക് വേണ്ട സാധനങ്ങളായിരിക്കും നിയറസ്റ്റ് ലൊക്കേഷൻ ആയിരിക്കും അവർ വാങ്ങുക. ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ലൊക്കേഷനിൽ ഏത് സാധനം കിട്ടും അവിടേക്ക് ആളുകൾ പോകും. അതുകൊണ്ട് തന്നെ ദ ഡിറ്റർമിൻ ഫാക്ടർ ഇൻ ദ ലൊക്കേഷൻ ഓഫ് എനി സെൻട്രൽ പ്ലേസ് ഈസ് ദ ത്രെഷോൾഡ്. ഓരോ സെൻട്രൽ പ്ലേസിനും ഒരു പരിധി ഉണ്ട്. വിച്ച് കംപ്രൈസ് ദ സ്മോളസ്റ്റ് മാർക്കറ്റ് ഏരിയ നെസസറി ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടു ബി എക്കണോമിക്കലി വയബിൾ. സ്മോളസ്റ്റ് മാർക്കറ്റ് ഏരിയ ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന് എക്കണോമിക്കലി വയബിൾ ആയിരിക്കും. One threshold has been established. ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടാൽ the central place will seek to expand its market area until the range. സെൻട്രൽ പ്ലേസിൽ എന്ത് ചെയ്യും, സെൻട്രൽ പ്ലേസിൽ ആ എക്സ്പാൻഡ് ചെയ്യാൻ, മാർക്കറ്റ് ഏരിയ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദ മാക്സിമം ഡിസ്റ്റൻസ് കൺസ്യൂമർ വിൽ ട്രാവൽ ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് റീച്ച്ഡ്. ഒരു ആളുകൾ ഏറ്റവും മാക്സിമം ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലങ്ങൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ പ്ലേസ്, അതിന്റെ പരിധി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ദ ത്രെഷോൾഡ് ആൻഡ് റേഞ്ച് ഡിഫൈൻ മാർക്കറ്റ് ഏരിയ ഓഫ് എ സെൻട്രൽ പ്ലേസ്. ത്രെഷോൾഡ് ആൻഡ് റേഞ്ച് ഡിഫൈൻ ചെയ്ത മാർക്കറ്റ് ഏരിയ ഓഫ് സെൻട്രൽ പ്ലേസ്. ആളുകൾ എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങാൻ ഏറ്റവും അടുത്ത് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന, അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്കാണ് ആളുകൾ പോകുക. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ വീണ്ടും അടുത്ത് എവിടെ കിട്ടുന്ന അങ്ങോട്ട് പോകും. അങ്ങനെ ഓരോ സ്ഥലത്ത് അത് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഓക്കെ, വെബേഴ്സ് തിയറി ഓഫ് ലൊക്കേഷൻ, ദ ലീസ്റ്റ് കോസ്റ്റ് തിയറി. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൽഫ്രഡ് വെബർ ആണ്. പബ്ലിഷ് ചെയ്ത തിയറി 1909, which assume that industrialists choose a least cost location for the development of new industry. വ്യവസായ നടത്തുന്ന ആളുകൾ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ ഉള്ള ലൊക്കേഷൻ ആണ് പുതിയ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. അക്കോർഡിംഗ് ടു ഹിം ദ മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് വിൽ ലൊക്കേറ്റ് വേർ ദ കോസ്റ്റ് ആർ ദ ലീസ്റ്റ്. ഏറ്റവും കോസ്റ്റ് ലീസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് ആളുകൾ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വെബർ പോസ്റ്റുലേറ്റ് ദാറ്റ് raw materials market would exert a pull on the location of the industry through transportation cost. Industry with high material index would be pulled towards a raw material. Industry with low material index would be pulled towards the market. വെബർ പറയുന്നത് ഗതാഗത ചെലവിന്റെ അടിസ്ഥാനത്തിൽ റോ മെറ്റീരിയൽസും മാർക്കറ്റും ഒരു ലൊക്കേഷനിലേക്ക് പുള്ളി ചെയ്യും. എക്സെപ്റ്റ് പുൾ. ഹൈ മെറ്റീരിയൽ ഇൻഡെക്സ് ഉള്ള സാധനങ്ങൾ പുൾ ടുവാർഡ്സ് റോ മെറ്റീരിയലിലേക്ക് പുൾ ചെയ്യും. അതുപോലെ തന്നെ ലോ മെറ്റീരിയൽ ഇൻഡെക്സ് ഉള്ളത് മാർക്കറ്റിലേക്കും വിപണിയിലേക്കും പുൾ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ലൊക്കേഷൻ, ഒരു വ്യവസായത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസും മാർക്കറ്റും അവിടെ എവിടേക്കാണ് പുൾ ചെയ്യുക, ത്രൂ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അത് പുൾ ചെയ്യുക. റോ മെറ്റീരിയൽ കൊണ്ടുവരണം, മാർക്കറ്റും അതിനുള്ള മറ്റു സൗകര്യങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഹൈ മെറ്റീരിയൽ ഇൻഡെക്സ് ഉള്ള, മെറ്റീരിയൽ ഇൻഡെക്സ് ഹൈ ഉള്ള ടുവാർഡ്സ് റോ മെറ്റീരിയലിലേക്ക് എന്ത് ചെയ്യും, പുൾ ചെയ്യും. അതുപോലെ തന്നെ ലോ മെറ്റീരിയൽ ഇൻഡെക്സ് ഉള്ളത് മാർക്കറ്റിലേക്കും പുൾ ചെയ്യുക എന്നുള്ളതാണ് ഈ തിയറി പറയുന്നത്. വെബേഴ്സ് പ്രോബ്ലം. Weber want to find out why did industry move from one place to another, what factors determine the movement. വെബേഴ്സ് ഫൈൻഡ് ചെയ്യാൻ നോക്കിയത് എന്തുകൊണ്ട് ഒരു വ്യവസായം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനുള്ള ഫാക്ടേഴ്സ് എന്നുള്ളത്. ആഫ്റ്റർ കൺസിഡറബിൾ തിങ്, അദ്ദേഹത്തിന്റെ കൺസിഡറബിൾ ആയിട്ടുള്ള തിങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. മൈഗ്രേഷന് അതിന് രണ്ട് കാരണം, ഒന്ന് പ്രൈമറി ഫാക്ടേഴ്സ്, രണ്ട് സെക്കൻഡറി ഫാക്ടേഴ്സ്. പ്രൈമറി ഫാക്ടേഴ്സ് റീജിയണൽ ഫാക്ടേഴ്സ് ആണ്. റീജിയണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ലേബർ കോസ്റ്റ്. ഏറ്റവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ലേബർ കോസ്റ്റും ഉള്ള സ്ഥലത്തേക്ക് ഒരു വ്യവസായം തുടങ്ങാൻ പോകും. അല്ലാതെ നമ്മൾ ഈ മൂവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ച സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അഗ്ലോമറേറ്റീവ് ആൻഡ് ഡിഗ്ലോമറേറ്റീവ് ഫാക്ടേഴ്സ് ആണ് സെക്കൻഡറി ഫാക്ടേഴ്സ്. റീജിയണൽ ഫാക്ടേഴ്സ് നമുക്കറിയാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ലേബർ കോസ്റ്റും എവിടെയാണോ കുറവുള്ളത് അവിടേക്ക് മൂവ് ചെയ്യും. ഫൈൻഡ് പ്ലേസ് വേർ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആർ മിനിമം. എവിടെയാണോ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മിനിമം ഉള്ളത് അവിടേക്ക് മൂവ്. അക്കോർഡിംഗ് ടു ഹിം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആർ ഡിറ്റർമിൻഡ് ബൈ ടോട്ടൽ വെയിറ്റ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഓൺ ദ one hand and distance to be covered on the other hand. ഇനി agglomerative and deglomerative factors. Agglomerative factors is the advantage of production or marketing which result from the fact that production is carried at one place. So agglomerative factors are the external economics which result from concentration of industry at a particular place. ഒരു പ്രത്യേക പ്ലേസിൽ വ്യവസായം തുടങ്ങുന്നതിന് കാരണമായിട്ടുള്ള എക്സ്റ്റേണൽ എക്കണോമിക്സ്
പുറത്തുനിന്നുള്ള എക്കണോമിക്സ് ഓഫ് സ്കെയിലിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്ഥലത്തേക്ക് പ്രൊഡക്ഷനും മാർക്കറ്റിംഗും അഡ്വാൻറ്റേജ് ആവുന്ന ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷനിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് എവിടെയാണോ അവിടേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഡിഗ്ലോമറേറ്റീവ് ഫാക്ടേഴ്സ് അഡ്വാൻറ്റേജ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് റിസൾട്ട് ഫ്രം ഡീസെൻട്രലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഡീസെൻട്രലൈസേഷൻ ഓഫ് പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ വൺ പ്ലേസ്. ഒരു പ്ലേസിനെക്കാട്ടി കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ വ്യത്യസ്ത സ്ഥലത്തേക്ക് വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ ഘടകങ്ങൾ. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെയാണ് ഇതിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. In the figure, we can see that factory is located where there is a almost equal distance from the source of both the raw material and the market. ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എന്താണ്? റോ മെറ്റീരിയലിനും അതുപോലെ തന്നെ raw material നിന്നും മാർക്കറ്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പ്ലേസിലാണ്. Thus, Alfred Weber formulated his theory of industrial location in which an industry is located where the transportation cost of raw material and final product is minimum. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും റോ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഫൈനൽ പ്രൊഡക്റ്റും മിനിമം ആകുന്ന പോയിന്റിലാണ് ഇൻഡസ്ട്രി തുടങ്ങുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പറയുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.